ദേശം കിട്ടുന്ന എന്നോട് വേണ്ട. ഈ ബജറ്റ് അവിടെ പണി. ഈ ബജറ്റ് ഞാൻ മാന്യമായി സംസാരിക്കാൻ വന്ന ചുണ്ണാമ്പ് കലക്കി കിറ്റിലിട്ട് അതിനകത്ത് കുറച്ച് ശർക്കര ഒഴിച്ച് 1/2 കിലോ പഞ്ചസാരയും 1 കിലോ അരിയും ഇട്ട് നാട്ടുകാർക്ക് കൊടുക്കുന്ന കിറ്റ് എക്കണോമിക്സ് അല്ല ഭാരതീയ ജനതാ പാർട്ടി നടപ്പാക്കുന്ന സാമ്പത്തിക ശാസ്ത്രം. കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചപ്പോ തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ചോദിച്ച മാങ്ങാ തൊലിയാ കിട്ടിയത്. ഗോപാലകൃഷ്ണൻ അടങ്ങി എന്നുള്ള വിശ്വാസത്തിൽ ഈ ഗോപാലകൃഷ്ണന്റെ ആവേശത്തിന്റെ ഒരു 100-1 നിർമ്മല സീതാരാമൻ ഇന്ന് ബജറ്റ് അവതരണത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള അവതരണമാകുമായിരുന്നില്ല. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇതുപോലെ അലമ്പുണ്ടാക്കരുത് ഗോപാലകൃഷ്ണ. നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? 2 മാന്യ വ്യക്തികൾ, ഞാൻ ശരിയാവില്ല. ആ പദം പിൻവലിക്കണം. തീരുമാനിക്കാനുള്ള അധികാരമൊന്നും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അതായത് ഈ ദേശം കിട്ടുന്ന എന്നോട് വേണ്ട. ഈ ബജറ്റ് അവിടെ പണി. ഈ ബജറ്റ് ഞാൻ മാന്യമായി സംസാരിക്കാൻ വന്ന ഈ ബജറ്റ് എന്നോട് ഒരു സെക്കൻഡ്. ശരി, അതായത് നിങ്ങൾ അദ്ദേഹത്തിന് മ്യൂട്ട് ചെയ്യണം. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഗോപാലകൃഷ്ണൻ പ്ലീസ് പ്ലീസ് നമുക്ക് ഒരാൾക്ക് സംസാരിക്കാൻ സമയം കൊടുത്താൽ ആ വ്യക്തി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാൽ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താൽ മതി, അപ്പൊ ഷോ തുടങ്ങും. കേരളത്തോട് മാത്രമല്ല ഇന്ത്യയോട് തന്നെ കടുത്ത അനീതി കാണിക്കുന്ന ബജറ്റാണ് യഥാർത്ഥത്തിൽ നിർമ്മല സീതാരാമൻ അവതരിച്ചത്. അതുകൊണ്ടാണ് ഒരു ദുരന്തത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രതിപാദനം നടത്തുന്ന രൂപത്തിലാണ് അവരിന്ന് ബജറ്റ് നടത്തിയത്. അവരുടെ ശരീരഭാഷ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. 2 പ്രമുഖ വ്യക്തികളെ, സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ ഈ ശ്രീധരനെയും അപമാനിച്ചു എന്നുള്ള കാര്യത്തിൽ തുടങ്ങാം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. നമുക്ക് ആമയുടെ വേഗവും തമിഴ്നാട്ടുകാർക്കും കർണാടകക്കാർക്കും ഒക്കെ ബുള്ളറ്റിന്റെ വേഗവും. എയിംസ് വരും എന്ന് എത്രയിടത്ത് സുരേഷ് ഗോപി പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ടോണും ആ ഭാഷയും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ആക്ഷൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അത്ര ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എയിംസ് വരും കേട്ടോ എന്ന് സുരേഷ് ഗോപി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത്. എന്നിട്ട് ഇത് രണ്ടും ഇല്ല. ഇനിയിപ്പോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി നാളെ വന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസം കേരളത്തിൽ വരുമ്പോൾ എയിംസ് എവിടെ സാറേ എന്ന് പത്രക്കാർ ചോദിച്ചാൽ അദ്ദേഹം എന്ത് മറുപടി പറയും? ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. താങ്കളുടെ ചോദ്യം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. പക്ഷെ താങ്കൾ ഒരു ശരിയല്ലാത്ത കാര്യം ചെയ്തു. അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ചർച്ചയിൽ എന്നെ വിളിക്കുന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് ഉണ്ടാവും എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ജോൺ ബ്രിട്ടാസ് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോകാനല്ല താങ്കൾ എന്നോട് പറഞ്ഞത്. ജോൺ ബ്രിട്ടാസുമായിട്ട് സംസാരിക്കാനാ. അയാളവിടെ പോയി. കുഴപ്പമില്ല. കാരണം ജോൺ ബ്രിട്ടാസിന്റെ സ്വഭാവവും ജോൺ ബ്രിട്ടാസിന്റെ മനസ്സുമുള്ള താങ്കൾ ഇരിക്കുന്നത് താങ്കളോട് പറയേണ്ടി വരും. നിങ്ങൾ കുറെ നേരമായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 കാര്യമാണ്. അതിലൊന്ന് എയിംസ് വന്നില്ല. സുരേഷ് ഗോപി കോമാളിയായിട്ട് സുരേഷ് ഗോപിയെ ചിത്രീകരിച്ചു. ഗോപാലകൃഷ്ണനെ അലമ്പുണ്ടാക്കാൻ വന്നു. ഇത് 2 അയാൾ പറഞ്ഞിട്ട് പോയത്. കോമാളിയായിട്ട് ആളുകളെ കാണുന്നവർക്കെല്ലാം കോമാളിയായിട്ട് തോന്നുള്ളൂ. അതല്ല ഉദ്ദേശം. സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അഭിലാഷ് മോഹൻ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ 5 വർഷത്തിന്റെ ഉള്ളിൽ ഈ കേരളത്തിൽ എയിംസ് വരും, അടുത്ത വർഷം എയിംസ് വരും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീ നഡ്ഡാജി അദ്ദേഹം കേരളത്തിൽ വന്നു. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞു എയിംസ് കേരളത്തിൽ വരും. അപ്പോൾ പത്രക്കാർ ചോദിച്ചു എന്നാണ് വരിക? അത് ഞാനിപ്പം നിങ്ങളോട് പറയുന്നില്ല. എവിടെയാണ് വരിക അതും പറയുന്നില്ല. എയിംസ് വന്നിരിക്കും. ഞങ്ങളുടെ ഈ കാലയളവിൽ എയിംസ് വരും. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ ഗവൺമെന്റ് നാളെ രാജിവെച്ചൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല
ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടി അടപ്പത്തിരിക്കുകയുള്ളൂ. അവരൊന്നും ഇറങ്ങി വരില്ല. 5 വർഷമുണ്ട് എന്നൊരു വാക്ക് സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. എൻ്റെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ എയിംസ് വന്നില്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപി ഇനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരില്ല എന്ന് പറഞ്ഞതും സുരേഷ് ഗോപിയാണ്. കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന വന്ദേ ഭാരത് ഉണ്ടല്ലോ, ആ 2 ബജറ്റിൽ വന്നിട്ടാ. ഈ മാത്രമല്ല 3 പുതിയ വന്ദേ ഭാരത് വരുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞില്ലേ, അത് ബജറ്റ് പറഞ്ഞിട്ടാ. 75 വിമാനത്താവളം 150 വിമാനത്താവളം ആക്കിയത് ബജറ്റ് പറഞ്ഞിട്ടാ. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഈ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പൊ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബ്രിട്ടാസ് ഉച്ചക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ടും കേരളത്തിനൊന്നും കൊടുത്തില്ല. തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിൽ കയ്യടി മേടിക്കാനുള്ള ഈ സോപ്പ് പരിപാടി ഞങ്ങൾക്കില്ല. ഇടതുപക്ഷത്തിൻ്റെ പരിപാടി എന്താ? ഇടതുപക്ഷം ചുണ്ണാമ്പ് കലക്കി കിറ്റിലിട്ട് അതിനകത്ത് കുറച്ച് ശർക്കര ഒഴിച്ച് 1/2 കിലോ പഞ്ചസാരയും 1 കിലോ അരിയും ഇട്ട് നാട്ടുകാർക്ക് കൊടുക്കുന്ന കിറ്റ് എക്കണോമിക്സ് അല്ല ഭാരതീയ ജനതാ പാർട്ടി നടപ്പാക്കുന്ന സാമ്പത്തിക ശാസ്ത്രം. രണ്ടായിരത്തി 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിലെ ബജറ്റിൽ അഭിലാഷ് മോഹനും ഗോപാലകൃഷ്ണനും ഇതേ വിധം ചർച്ച ചെയ്തതാ. ആ ബജറ്റിൽ ഏതെങ്കിലും സോപ്പ് ഉണ്ടായിരുന്നോ? അന്ന് ബീഹാറിന് ഒരു പ്രത്യേക പാക്കേജ് കൊടുത്തപ്പം ഇതേ ബ്രിട്ടാസ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റേ ബീഹാറിൽ ഒരു പ്രത്യേക പാക്കേജ് കൊടുക്കരുത്, കാരണം ഇന്ത്യൻ ബജറ്റാണ്, അതൊരു പ്രത്യേക സംസ്ഥാനത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളാണ് ഈ ബ്രിട്ടാസ്. എനിക്കത് അയാളോട് ചോദിക്കണമായിരുന്നു. എൻ്റെ മൊബൈലിൽ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിന്റെ ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചില്ലേ? തൃശ്ശൂർക്കാരനാണ് ഗോപാലകൃഷ്ണൻ. കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ മാങ്ങാത്തൊലിയാ കിട്ടിയത്. ഇപ്പൊ ആമമുട്ട കിട്ടിയല്ലോ, മാങ്ങാത്തൊലിയാ തൃശ്ശൂരിന് കിട്ടിയത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വയനാടിന് എന്ത് കിട്ടി? കണ്ണൂരിന് എന്ത് കിട്ടി? കാസർഗോഡിന് എന്ത് കിട്ടി? ചർച്ചയുണ്ടായില്ലല്ലോ. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ അല്ല, ഞാൻ ഒരു വരി കൂടി പറഞ്ഞ് ഞാൻ തീർക്കാം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ് മിസ്റ്റർ അഭിലാഷ് അത് കൊടുക്കുന്നത്. നിനക്ക് പ്രാന്താളാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.